28/8/2024 എൻ്റെ ബർത്ത്ഡേ ആണ്. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. കഴിഞ്ഞ കൊല്ലം ഞാൻ ബർത്ത്ഡേൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് എല്ലാവരും വിഷ് ചെയ്തു. ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിഷ് ചെയ്തു. ഐ മീൻ മൈ സബ്സ്ക്രൈബേഴ്സ്. ഇക്കൊല്ലം അത് ഇടാത്തതുകൊണ്ടാണ് തോന്നുന്നു ആരും എന്നെ വിഷ് ചെയ്തില്ല. സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു വിഷമം. പക്ഷേ ലേറ്റായിട്ടും വിഷ് ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ വീഡിയോ എടുത്തത് കഴിഞ്ഞ മാസം 28-ാം തീയതി എടുത്തതാണ്. ഇന്നത്തേക്ക് കറക്റ്റ് ഒരു മാസം. ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിട്ട് അന്ന് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. കാരണം ആ ടൈമിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ രസം ഉണ്ടാവില്ല, ഈ ടൈമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അത്. അപ്പം വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ്. തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ ഏകദേശം കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒരു സെൽഫ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ സാധിച്ചെടുക്കുക, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞാൻ ഈ കൊല്ലം ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷൊക്കെ സേവ് ചെയ്ത് വെക്കലൊക്കെ ഇപ്പം കുറച്ചായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. വെറുതെ അങ്ങനെ ഇങ്ങനെ കൊണ്ടൊഴിവാക്കണേലും ഭേദം എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ. ഇതാണിപ്പോൾ വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ക്യാഷ് എടുത്തുങ്ങാണ്ട് സ്വന്തമായിട്ടൊരു സാധനം വാങ്ങുമ്പോൾ അത് വല്ലാത്ത ഫീലിംഗ് തന്നെ. ആരും സഹായം ഇല്ലാണ്ട് നമ്മൾ സ്വന്തം ക്യാഷ് സേവ് ചെയ്ത് വെച്ചുങ്ങാണ്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം അത് വല്ലാത്ത ഫീലിംഗ് ആണ്. അതൊന്ന് ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ വാങ്ങി അങ്ങനെ വാങ്ങി എന്നൊക്കെ. പക്ഷേ അതൊന്ന് അച്ചീവ് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ 28-ാം തീയതി വെറുതെ ഒന്ന് ഹൈലൈറ്റ് പോയി നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. എന്താണ് പാട്, എങ്ങനെ കിട്ടും, EMI കിട്ടും, എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാന്നുള്ള പ്ലാനിൽ ഒന്ന് ഹൈലൈറ്റ് പോയതാണ്. അവിടെ പോയപ്പോൾ 24th മന്ത് നമുക്ക് ടാബ് EMI കിട്ടുമെന്ന് പറഞ്ഞു. അന്നത്തെ ഒരു ഓഫറിലാണ്. ഇനി നെക്സ്റ്റ് മന്ത് മുതൽ അങ്ങനെ ഉണ്ടാവോ ഇല്ലേന്ന് യാതൊരു ഉറപ്പില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ അങ്ങോട്ട് സാധനം വാങ്ങിച്ചു. സ്വന്തം കയ്യിൽ ക്യാഷ് എടുത്തിട്ട് വാങ്ങാൻ പോയി. EMI ആണ്, എന്നാലും കുറച്ച് ടൈം നമ്മുടെ കയ്യിൽ പോവല്ലോ. അപ്പം ആദ്യമായിട്ടാണ് ഒരു ആപ്പിളിന്റെ പ്രോഡക്റ്റ് ഞാൻ പൊളിക്കാൻ പോകുന്നത്. ആപ്പിളിന്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും എയർപോഡൊക്കെ എടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഫോൺ ഇതേമാതിരി പൊളിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ആഗ്രഹം എനിക്ക് പൊളിക്കണം എന്നുള്ളൂ. ഞാൻ ഫൈനലി പൊളിക്കാൻ പോകും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചെടുക്കാൻ ചെയ്യില്ല. Go back. അപ്പം നെക്സ്റ്റ് മന്താണ് ബർത്ത്ഡേ. അപ്പം അതിന് മുന്നോടിയായിട്ട് നെക്സ്റ്റ് മന്ത് വാങ്ങാനാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ വന്നപ്പം ചെറിയൊരു ഓഫർ കിട്ടിയപ്പം ഇപ്പം തന്നെ എടുത്തു. ഒരു സെൽഫ് ഗിഫ്റ്റ്. നിങ്ങൾ നിന്നാലല്ലോ, ഞാൻ വാങ്ങിയതല്ലേ, ഞാൻ വാങ്ങി തന്നെ പറയും. കുറച്ചൊന്ന് പൊന്തിച്ചൊഴി, അങ്ങനല്ല ലൈറ്റിൻ്റെ ഇത്. അങ്ങനെ ഈ കൊല്ലത്തെ ഫസ്റ്റ് ഗോൾ കാറ്റഗറി, ഫസ്റ്റ് ഗോൾ അല്ല സെക്കൻഡ് ഗോൾ. ബർത്ത്ഡേൻ്റെ അന്ന് പോയി വാങ്ങുക, അതൊരു സെൽഫ് ഗിഫ്റ്റായിട്ട് ചെയ്യാന്നുള്ള പരിപാടിയും പ്ലാനിങ്ങും ഒക്കെ ആയിരുന്നു. പക്ഷേ പോയി അന്വേഷിച്ചപ്പം 24 മന്തിന് EMI കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കുറച്ച് കുറയുമല്ലോ മന്ത്ലി വരുന്നത്. ഫുള്ളി EMI അല്ല, ഹാഫ് അടിപൊളിയായിട്ട് സേവ് ചെയ്ത് വെച്ചങ്ങാണ്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ഈ കൊല്ലത്തെ അങ്ങനത്തെ ഒരു ഗോളും കൂടി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, ബൈ.